എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് മസാല ഫ്രൈ ആണ്. ഇത് ഞാൻ ഇതിനു മുൻപ് ഏകദേശം ഒരു 2 മാസം മുൻപ് സലു പ്ലസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്ളോഗിലാണ് ഞാനത് ഇട്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി വേണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഈ കുറച്ച് തിരക്കുകൾ കൊണ്ട് മറ്റു റെസിപ്പികൾ ഇതിനിടയിൽ വന്നത് കാരണം എനിക്ക് ഈ റെസിപ്പി ഇടാൻ സാധിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന്. അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എഗ് മസാല ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 സവാള വേണം. ഈ സവാള ഞാനൊന്ന് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കുവാണ്. നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോഴേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും ഒരു ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അത് കണക്കാക്കി വേണം ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയില ഉണക്കിയതാണ്. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മസാല ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. രണ്ട് 3 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടിക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടൻ ഇളക്കരുത് കേട്ടോ. ഇതുപോലെ മൂടി വെച്ച ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാവൂ. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഈ മുട്ടയെന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇനി പതുക്കെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും.
ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എഗ് മസാല ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് ചപ്പാത്തിക്കൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.